നമ്മൾ സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുന്നത് പോലെ സിനിമയിൽ ഒന്ന് പെർഫോം ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഇവിടുന്ന് ഈ ചായ കുടിച്ചിട്ട് എഴുന്നേൽക്കുന്നത് ചിലപ്പോൾ വേറെ ദിവസമായിരിക്കും ഇടുന്നത്. അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ ചായ കുടിച്ചുകൊണ്ടിരുന്നിട്ട് എന്തിനാണ് എഴുന്നേൽക്കുന്നത്, ആ ഇമോഷൻ തന്നെ ക്യാരി ചെയ്യണം. ഇപ്പോൾ ഉദ്ദേശത്തോടെയാണെങ്കിൽ ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ടെക്നിക്കുകളൊക്കെ വളരെ കറക്റ്റായിട്ട് അറിയുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ അയാൾക്ക് നല്ല നടനായിട്ട് ആൾക്കാരെ മുന്നിൽ തോന്നും. അല്ലെങ്കിൽ ഇതെല്ലാം അഭിനയത്തിൻ്റെ പ്രശ്നങ്ങളായിട്ട് തോന്നും. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ മമ്മൂക്കയും മോഹൻലാലും ഈ ടെക്നിക്ക് വളരെയധികം നന്നായി മനസ്സിലാക്കുകയും തങ്ങൾ മികച്ച നടന്മാരാണെന്ന് ആൾക്കാരെ ബോധിപ്പിക്കുകയും ചെയ്തത് ഈ ടെക്നിക്ക് വഴിയാണ്. മമ്മൂക്ക ചില ക്ലോസ് ഷോട്ട് എടുക്കാൻ പോകുന്നത് തന്നെ കവിളിങ്ങനെ പിടിച്ച് ഇങ്ങനെ കണ്ട് തിരിയും, അപ്പോൾ ചോക്കും ഇങ്ങനെ. അതുകൊണ്ടാണ് മമ്മൂക്കയുടെ കവിളിങ്ങനെ ചോന്നിരിക്കുന്നില്ലേ ചില ഷോട്ടിൽ. അപ്പോൾ എനിക്ക് ശരിക്കും ജീവിതത്തിൽ ആ കഥ നടക്കുമ്പോൾ അങ്ങനെ ഒരു സ്പേസ് ഇല്ലല്ലോ, പക്ഷേ ഷോട്ടിൻ്റെ ഇടയിൽ പെട്ടെന്ന് ക്ലോസ് എടുക്കുമ്പോൾ ഇങ്ങനെ തുടുത്തിങ്ങനെ ഇരിക്കും. അങ്ങനെ പല ടെക്നിക്കുകളും കൊണ്ട് പുള്ളിക്ക്